ഹലോ ബെന്നിച്ച, ഞാനൊരു കാര്യം എൻ്റെ ഹൃദയത്തിൽ തട്ടി ഞാൻ ചോദിക്കുക നിങ്ങളോട്. അല്ലാതെ ആരോടും ചോദിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. നമ്മളെ നാടൊന്ന് രക്ഷപ്പെടാൻ, നമുക്ക് വേണ്ടിയല്ല, നമ്മളെ തലമുറ കൊച്ചുമക്കൾക്ക് വേണ്ടി രക്ഷപ്പെടാൻ ഈ 2020 ഒരു വോട്ട് വീതം ജനങ്ങൾ ചെയ്തൊന്ന് ജയിപ്പിച്ച്. കാരണം കിഴക്കമ്പലമെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആ പഞ്ചായത്തിൻ്റെ വീടുകളും ആ പഞ്ചായത്ത് കൊടുക്കുന്ന അരിയായാലും മറ്റു പലോചനങ്ങളായാലും ഒരു കുടുംബം ജനമെന്ന് പറയുന്നത് വലിയ വലിയ കാറ് വാങ്ങിച്ച് വീട്ടിൻ്റെ മുന്നിലിട്ട് ഷോ കാണിക്കുന്നതല്ല. ജീവിച്ചിരിക്കുമ്പോൾ ഉടുക്കാനുള്ള വസ്ത്രവും കുടിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള ഭക്ഷണവും തലചായ്ക്കാനുള്ള ഇടവുമാണ് ഭൂമിയിലുള്ള സുഖം. അവർക്ക് വരുന്ന അസുഖങ്ങൾക്ക് ചികിത്സിക്കാനുള്ള മരുന്നിനുള്ള വകയും ഇതൊക്കെയാണ് ഭൂമിയിൽ. നമ്മൾ പോകുമ്പം ആരും ഈ പിന്നെ എന്തോ കാറെന്നൊക്കെ പറയണ അതിൻ്റെ പേരൊന്നും പറയാൻ എനിക്കറിയില്ല. ഈ കാറോ സ്വർണവോ പണവോ കൂടെ ആ കവറിനകത്ത് കിടക്കാൻ കൂടെയുള്ളവരാരും വരുത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മളെ നാട്ടിലുള്ള ഇനി ജനിച്ചു വരുന്ന തലമുറ കുഞ്ഞുങ്ങൾക്ക് നമ്മളെ നാട്ടിൽ തന്നെ ജീവിക്കാൻ വേണ്ടി മാറി മാറി വന്ന ഭരണത്തിനെല്ലാം നമ്മൾ വോട്ട് ചെയ്തു. ഞാനും 4-5 പ്രാവശ്യം 17 വയസ്സ് തൊട്ട് വോട്ട് ചെയ്ത ഒരു വ്യക്തിയാണ്. ഇപ്പം 25 വർഷം കൊണ്ട് മരുഭൂമിയിൽ വിദേശത്ത് എൻ്റെ പ്രായം വരെ കടന്നുപോയി ഒരു അമ്മച്ചിയായ ഞാൻ സംസാരിക്കുകയാണ്. ഈ 2020 നിങ്ങൾ ജനമേ, നമ്മളെ ജനത്തിനോടാണ് ഞാൻ പറയുന്നത്, ഒരു വോട്ട് ചെയ്ത് ഈ രണ്ട് പാർട്ടീനെ നമ്മൾ മാറി മാറി പരീക്ഷിച്ച് ഇനി ഒരു പാർട്ടിയെ കൂടെ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഭൂമിയുടെ മുകളിൽ ഒരു മെഡിസിൻ ഉത്ഭവിക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ ശരീരത്ത് കുത്തിവെച്ചും ഇൻജക്ഷൻ കൊടുത്ത് നമ്മൾ പരീക്ഷിച്ച് അത് സക്സസ് ആവുമെങ്കിലാണ് മറ്റുള്ളവർക്ക് നമുക്ക് വിതരണം ചെയ്യാനായിട്ടുള്ള അനുമതി ലഭിക്കുന്നത്. അതുപോലെ ഈ രണ്ട് ഭരണവും നമ്മൾ മാറി മാറി ചിന്തിച്ച് നോക്കിയിട്ട് ഒരു രക്ഷയുമില്ല. അപ്പം അതുകൊണ്ട് ഒരു പാർട്ടിയെ കൂടെ നമുക്ക് പരീക്ഷിച്ച് നോക്കാം. ഇല്ലെങ്കിൽ വീണ്ടും വരുമല്ലോ 5 വർഷം. നമ്മൾ മരണപ്പെട്ടു പോയാലും വീണ്ടും വരുമല്ലോ 5 വർഷം. അപ്പം ഒരു പ്രാവശ്യം പരീക്ഷിച്ചെങ്കിലല്ലേ പറ്റുള്ളൂ. അത് ആ മരുന്ന് നമ്മളെ ശരീരത്ത് ഉത്ഭവിപ്പിച്ചാൽ അത് നമുക്ക് പിന്നെ ശരിയാവോ തെറ്റാവോ നമുക്കത് ജോയിക്കുമോ എന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പൊന്നു മാന്യ ജനങ്ങളെ, നിങ്ങളോട് വിദേശത്തിരുന്ന് മരുഭൂമിയിൽ കഷ്ടപ്പെടുന്ന ഒരമ്മയായ ഞാൻ നിങ്ങളെ മുമ്പിൽ കൈകൂപ്പി നിങ്ങളോട് ചോദിക്കുവാണ്. നമ്മളെ 2020 വേണ്ടി ഓരോരുത്തരെയും വോട്ട് സമ്മാനിക്കണമെന്ന് താഴ്മയോടെ കണ്ണുനീരോടുകൂടി പറയാണ്. കാരണം നമ്മളെ തലമുറ മക്കൾ നമ്മളെ രാജ്യത്ത് ജീവിക്കട്ടെന്നേ, നമ്മളെ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ജീവിക്കട്ടെന്നേ. ഒരുപാട് അനുഭവം ഉള്ളത് കൊണ്ട് പറഞ്ഞു പോയതാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിച്ചോ. നമ്മളെ മക്കൾ നമ്മളെ നാട്ടിൽ ജീവിക്കട്ടെ. അതിനു വേണ്ടി നിങ്ങളെല്ലാവരും കൈകോർത്ത് നമ്മളെ ഈ 2020 എല്ലാ നാട്ടിലും വരട്ടെ. കേരളത്തിൽ ഉടനീളവും വരട്ടെ 2020. അതിനു വേണ്ടി ആ 2020 ഒരു വോട്ട് ചെയ്ത് നിങ്ങൾ ജയിപ്പിക്കണമെന്ന് താഴ്മയോട് അപേക്ഷിക്കുകയാണ്. ഏകദേശം 62 വയസ്സ് പ്രായമുള്ളവളാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. വിദേശം മരുഭൂമിയിൽ 25 വർഷം പൂർത്തിയാക്കിയവൾ നിങ്ങളെ കാല് പിടിച്ചപേക്ഷിക്കുകയാണ്. 2020 വേണ്ടി ഒരു വോട്ട്. എനിക്കിനി ജീവിതം ഒന്നുമേ ഇല്ല. എൻ്റെ മക്കള്, നിങ്ങളെ മക്കളല്ല, എൻ്റെ മക്കള്, ഈ ഭൂമിയിൽ ജനിക്കുന്ന എൻ്റെ കൊച്ചുമക്കൾ നമ്മളെ നാട്ടിൽ ജീവിക്കട്ടെ. നമ്മളെ പിഞ്ചു മക്കൾ 20-21 വയസ്സായ മക്കൾ അന്യരാജ്യത്ത് പോയി പേടിച്ച് വിറച്ച് 4, 5, 8, 10 വർഷമായതിനു ശേഷമാണ് അവരുടെ ജീവിതത്തിൽ അവർ സ്വയം ശ്വാസം നേരെ വിടുന്നത്. അത്രമാത്രം ദുഃഖിച്ചാണ് ഓരോ മക്കളും ഓരോ രാജ്യത്ത് നീന്തിപ്പോകുന്നത്. അതുകൊണ്ട് പൊന്നു സുഹൃത്തുക്കളെ, പൊന്നമ്മമാരെ, സഹോദരങ്ങളെ,
കൂടപ്പറപ്പുകളെ, മക്കളെ, കൊച്ചുമക്കളെ, നിങ്ങളോട് താഴ്മയോടെ ഞാൻ പറയുകയാണ്, 2020ക്ക് ഒരു വോട്ട് ചെയ്ത് നിങ്ങൾ വിജയിപ്പിക്കണമെന്ന് താഴ്മയോടെ പറയുകയാണ്. കാരണം മരുഭൂമിയുടെ ജീവിതം അത്രമാത്രം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയുകയാണ് മക്കളെ. ഓക്കെ, ഈ വാക്ക് 10 വോട്ടെങ്കിലും കിട്ടണേ പൊന്നു മക്കളെ.